കെട്ടുകഥകളാലും ഐതിഹ്യങ്ങളാലും ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന മതങ്ങളുടെ നാട്ടിൽ അതിനെ സംസ്കാരത്തിൻ്റെ ഭാഗമായി കണ്ട് അനുകരിക്കുവാൻ പഠിപ്പിക്കുന്ന സഭകൾ ദൈവവചനത്തിൽ തെളിവില്ലാത്ത കാര്യങ്ങൾ സഭയിൽ എങ്ങനെയെങ്കിലും കുത്തിത്തിരുകുവാൻ ശ്രമിക്കുന്നത് തീർച്ചയായും തെറ്റാണ്. ജീവസന്ദേശത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം. ദൈവസഭയിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിക്കും തങ്ങൾ ദൈവത്തിൻ്റെ കുടുംബത്തിലേക്കാണ് ചേർക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവുണ്ടായിരിക്കണം. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ ലേഖനം 1-ാം അധ്യായം 3 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം വളരെ വ്യക്തിപരവും വളരെ അടുത്തതുമായ ഒരു കത്താണെങ്കിലും അതായത് പ്രാദേശിക സഭയിലെ കാര്യങ്ങളെ പരാമർശിക്കുന്നതാണ്. ഇവിടെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് എല്ലാ വിശ്വാസികളും ഏതെങ്കിലും പ്രാദേശിക സഭയുമായി ബന്ധപ്പെട്ടിരിക്കേണ്ടതാകുന്നു എന്നത്രേ. പൗലോസ് ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പിതാവായ ദൈവം എന്നാണ്. ദൈവം പൗലോസിൻ്റെ പിതാവാണ്. അവിടുന്ന് തിമോത്തിയോസിൻ്റെ പിതാവുമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന താങ്കൾ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം താങ്കളുടെ പിതാവാണ്. ഞാൻ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് ദൈവ കുടുംബത്തിലേക്ക് ചേർക്കപ്പെട്ടതിനാൽ അവിടുന്ന് എൻ്റെ പിതാവാണ്. അതെത്ര വലിയ പദവിയാണല്ലേ. പൗലോസ് ഒരു പരീശനായിരുന്നു. യഹൂദ മതത്തിൽ ദൈവത്തെ തൻ്റെ പിതാവെന്ന് വിളിക്കുവാനുള്ള അവകാശം അവൻ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ഒരു യഹൂദനും ആ അവകാശം ഉണ്ടായിരുന്നില്ല. ദൈവം ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പിതാവായി യാതൊരു മതവും വിശേഷിപ്പിക്കുന്നില്ല എന്നോർക്കണം. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിലൂടെ രക്ഷയുടെ അനുഭവം പ്രാപിച്ച ഒരു വ്യക്തിക്ക് ദൈവ പൈതലാകുവാനുള്ള അധികാരം ലഭിച്ചു. നാം യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ വായിക്കുന്നത് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരം ലഭിച്ചു എന്നാണ്. പൗലോസ് വീണ്ടും വീണ്ടും പറയുന്നത് പുത്രത്വത്തിൻ്റെ പദവി നമുക്ക് ലഭിച്ചു എന്നാണ്. സ്നേഹവാനായ പിതാവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് പോലെ നമുക്കിന്ന് ദൈവസന്നിധിയിലായിരിക്കാവുന്നതാണ്. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുവാനുള്ള ആ വാതിൽ നമുക്ക് തുറന്നു കിട്ടിയിരിക്കുന്നു. കാരണം നാം മക്കളാണ്, മകനാണ്, മകളാണ്. ഇവിടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും എന്ന് നാം വായിക്കുന്നു. പ്രാദേശിക സഭയിൽ ചെയ്യുന്നതെല്ലാം ക്രിസ്തുവിൻ്റെ നാമത്തിലും അവിടുത്തെ കൽപ്പനയിലുമായിരിക്കണം. അവിടുന്നാണ് സഭയുടെ തല, അവിടുന്നാണ് കർത്താവ്, കർത്തൃത്വമുള്ളവൻ. കർത്താവായ യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നു, എന്നാൽ ഞാൻ പറയുന്ന കാര്യങ്ങളല്ല നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ എന്നെ അനുസരിക്കുന്നില്ല എന്ന് കർത്താവ് പറഞ്ഞു. കർത്താവിൻ്റെ പേര് വിളിച്ച് കാര്യം കാണുവാനുള്ളൊരു ശ്രമം മാത്രമാണോ നമ്മുടെ ഭക്തി? അവനോടുള്ള ഭക്തിയോ സ്നേഹമോ അനുസരണ ഭാവമോ ഇല്ലാത്ത പ്രകൃതമാണോ നമുക്കുള്ളത്? ഇത് അധികം ശിക്ഷയ്ക്ക് കാരണമാകുമെന്ന് ദൈവവചനം വീണ്ടും വീണ്ടും മുന്നറിയിപ്പ് നൽകുന്നു. നാം ക്രിസ്തുവിനെ വിളിക്കുക മാത്രമല്ല, അവനെ കർത്താവായി കണ്ടനുസരിക്കുകയും വേണം. ആരംഭത്തിൽ ഞാൻ പറയുകയുണ്ടായി, ഈ ലേഖനം പ്രാദേശിക സഭയുടെ വിശ്വാസ പ്രമാണവും പെരുമാറ്റവുമാകുന്നു കൈകാര്യം ചെയ്യുന്നത് എന്ന്. താങ്കളുടെ പെരുമാറ്റം ശരിയാകുന്നതിന് മുൻപ് ശരിയാകേണ്ടതാണ് താങ്കളുടെ വിശ്വാസ പ്രമാണം. ഓർത്തോണം, ഉപദേശം തെറ്റിയിരുന്നാൽ പെരുമാറ്റം എങ്ങനെ ശരിയാകുവാനാണ്? ഒരിടം ശരിയാക്കുവാൻ നോക്കുമ്പോൾ മറ്റൊരിടം പൊളിഞ്ഞു പോകും. തെറ്റായി ചിന്തിക്കുമ്പോൾ തന്നെ ശരിയായി പ്രവർത്തിക്കുക എന്നത് അസാധ്യമായ കാര്യമാകുന്നു എന്നോർക്കണം. അതുകൊണ്ടാണ് ഉപദേശം തെറ്റിയാൽ പെരുമാറ്റം ശരിയാകില്ല എന്ന് പറയുന്നത്. പലരും പറയും ഉപദേശമൊന്നും സാരമില്ല എന്ന്. പൗലോസ് പറയുന്നത് ഉപദേശം ശരിയാകണം. തൻ്റെ മുഖവുരയ്ക്ക് ശേഷം പൗലോസ് ദുരുപദേശത്തിനെതിരായി മുന്നറിയിപ്പ് നൽകുന്നത് നമുക്ക് കാണാവുന്നതാണ്. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. അന്യഥ ഉപദേശിക്കരുതെന്നും വിശ്വാസമെന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന
കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് നീ എഫെസോസിൽ താമസിക്കണം എന്ന് ഞാൻ മക്കെദോന്യയ്ക്ക് പോകുമ്പോൾ അപേക്ഷിച്ചതുപോലെ ഇപ്പോഴും ചെയ്യുന്നു. അന്യഥ ഉപദേശിക്കരുതെന്ന് ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന്. വേറെ വിധത്തിൽ പറഞ്ഞാൽ അവർ വേറെ ഉപദേശം ഒന്നും പഠിപ്പിക്കരുതെന്ന്. ഗലാത്യർക്ക് എഴുതിയപ്പോൾ പൗലോസ് പറഞ്ഞത് വേറെ സുവിശേഷം ഒന്നുമില്ല എന്നത്രേ. അവിടെ ഉണ്ടായിരുന്ന യഹൂദ വിശ്വാസികൾ, യഹൂദ മതാനുസാരികൾ, അവർ മറ്റൊരു സുവിശേഷം പ്രസംഗിക്കുകയായിരുന്നു. എന്നാൽ പൗലോസ് പറഞ്ഞത് അങ്ങനെ മറ്റൊരു സുവിശേഷം ഇല്ല എന്നാണ്. അവർ പറഞ്ഞത് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് രക്ഷ ലഭിക്കും, എന്നാൽ അതിനോടുകൂടെ ന്യായപ്രമാണവും പ്രത്യേകിച്ച് പരിച്ഛേദനയും ആചരിക്കേണ്ടതുണ്ട് എന്നത്രേ. പൗലോസ് അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാകുന്നു, അതിനെ മറ്റൊരു സുവിശേഷം, വേറൊരു സുവിശേഷം എന്ന് പറയുവാൻ സാധിക്കില്ല. ഒരേ ഒരു സുവിശേഷമേ ഉള്ളൂ, ഒരേ ഒരു ഉപദേശമേ ഉള്ളൂ. അത് കർത്താവായ യേശുക്രിസ്തുവിലൂടെ മാത്രമേ മനുഷ്യവർഗത്തിന് രക്ഷയുള്ളൂ എന്നുള്ള സുവിശേഷമാണ്. അതാണ് കൊരിന്ത്യ ലേഖനത്തിൽ, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ഉപദേശം അഥവാ വിശ്വാസ പ്രമാണം എന്ന് നാം പറയുമ്പോൾ അതിൻ്റെ അർത്ഥം സഭയുടെ പഠിപ്പീര്, അല്ലെങ്കിൽ സഭയുടെ ഉപദേശം, അല്ലെങ്കിൽ അപ്പസ്തോലിക ഉപദേശം എന്നാണ്. പ്രാദേശിക സഭയുടെ പഠിപ്പീര് എന്തായിരിക്കണം? ആദ്യം മുതലായിരുന്നത് തന്നെ ആയിരിക്കണം. അത് പെന്തക്കോസ് ദിനത്തെ തുടർന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടുപോന്നു. ആ സഭയുടെ, അതായത് ആദിമസഭയുടെ 4 സവിശേഷതകളിൽ ഒന്നായിരുന്നു ഈ പറഞ്ഞത്: അപ്പോസ്തലന്മാരുടെ ഉപദേശം, 2 കൂട്ടായ്മ, 3 പ്രാർത്ഥന, 4 അപ്പം നുറുക്കൽ അഥവാ കർത്താവിൻ്റെ അത്താഴം. ഇവയത്രേ കാണപ്പെടുന്ന സഭയുടെ 4 വിരലടയാളങ്ങൾ. ഒരു സഭയുടെ ഉപദേശം അപ്പസ്തോലിക ഉപദേശമല്ല എങ്കിൽ ആയത് ക്രിസ്തുവിൻ്റെ യഥാർത്ഥത്തിലുള്ള സഭയല്ല. ആർക്ക് വേണമെങ്കിലും 4 പേരെ കൂട്ടി ഒരു സഭ എന്ന് പേര് കൊടുത്ത് സഭയെന്ന് വരുത്തി തീർക്കാമല്ലോ. എന്നാൽ അപ്പസ്തോലിക ഉപദേശമല്ലാത്ത സഭ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമല്ല. അപ്പസ്തോലിക ഉപദേശം കൂടി ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ശരിയാകണമെന്നില്ല. ഒരു കുപ്പി തേനിനകത്ത് ഒരു തുള്ളി കയ്പ് ചേർത്താൽ എന്ത് സംഭവിക്കുവാനാണ് എന്ന് ചോദിക്കുന്നത് പോലെയുണ്ട്. അപ്പസ്തോലിക ഉപദേശം മാത്രമേ പാടുള്ളൂ. തിരുവചനത്തിൻ്റെ വ്യത്യസ്തങ്ങളായ വ്യാഖ്യാനങ്ങൾ നമ്മുടെ ചില ഉപദേശങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുന്നു എന്നത് ഞാൻ മനസ്സിലാക്കുന്നു. അതല്ല പ്രധാനപ്പെട്ട ചിന്ത ഇവിടെ. അടിസ്ഥാന ഉപദേശങ്ങളിൽ തെറ്റാതുള്ള വ്യാഖ്യാനങ്ങൾ ഒരളവ് വരെ അംഗീകരിക്കാമെന്ന് പറയാം. എന്തായിരുന്നാൽ തന്നെ നാം അപ്പോസ്തലന്മാരുടെ ഉപദേശം മുറുകെ പിടിക്കുന്നവരാകണം. അതെ, വിശ്വാസത്തിൻ്റെ അടിസ്ഥാന സത്യങ്ങൾ, തിരുവചനത്തിൻ്റെ സമ്പൂർണ്ണ വാഗ്രൂപ ദൈവനിശ്വാസ്യതയെ അപ്പോസ്തലന്മാർ പഠിപ്പിച്ചു. അവരുടെ വിശ്വാസത്തിനും ആചരണങ്ങൾക്കും അടിസ്ഥാനമായിട്ടുള്ളത് ദൈവവചനമെന്നവർ പഠിപ്പിച്ചു. ദൈവവചനം സർവപര്യാപ്തിയാകുന്നു എന്ന് വിശ്വസിച്ചു. അത് ദൈവവചനത്തിൻ്റെ അഖണ്ഡതയും അബദ്ധരാഹിത്യവും അവർ പഠിപ്പിച്ചു. അതുപോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ അവർ പഠിപ്പിച്ചു. നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേഖനത്തിൽ തന്നെ പൗലോസ് ക്രിസ്തുവിനെക്കുറിച്ചുള്ള എത്ര ഉയർന്ന ഒരു വീക്ഷണമാണ് അവതരിപ്പിക്കുന്നതെന്ന് നമുക്ക് കാണാം. പൗലോസ് ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് പഠിപ്പിച്ചിരുന്നില്ല എന്ന് പറയുന്ന അനേകരുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നത് വെറും അബദ്ധമാണ്. പൗലോസിൻ്റെ പഠിപ്പീരുകളിൽ വെച്ച് മധ്യാഹ്നത്തിലെ സൂര്യൻ പോലെ തെളിഞ്ഞു നിൽക്കുന്ന ഒന്നുണ്ടെങ്കിൽ ആയത് ക്രിസ്തുവിൻ്റെ ദൈവത്വമാകുന്നു. അവൻ ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ വളരെ വ്യക്തമായി പഠിപ്പിച്ചു. ഇവിടെ ഈ അധ്യായത്തിൽ തന്നെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിന്നും എന്ന് പറയുമ്പോൾ അവൻ ക്രിസ്തുവിനെ ദൈവത്തിന് തൊട്ടടുത്തിരുത്തുന്നു. അതെ, ക്രിസ്തുവിനെ ദൈവമായി വ്യക്തമാക്കി കാണിക്കുകയാണ്. ഇവിടെ പൗലോസ് വിശദീകരിക്കുന്നത് താൻ മക്കെദോന്യയിലായിരുന്നപ്പോൾ തിമത്യോസിനെ എഫെസോസിൽ വിട്ടേച്ചു പോന്നു എന്നത്രേ. എഫെസോസ് വളരെ പ്രധാനപ്പെട്ട ഒരു പട്ടണമായിരുന്നു. എഫെസ് ലേഖനത്തിൽ നാം അത് ചിന്തിച്ചതാണ്. വിശുദ്ധ പൗലോസ് അവിടെ എവിടെ ചിലവഴിച്ചതിലും അധികം സമയം ചിലവഴിക്കുകയും
തനിക്കൊരു വലിയ ശുശ്രൂഷ അവിടെ ഉണ്ടായിരിക്കുകയും ചെയ്തതാണ്. മറ്റുപദേശങ്ങളൊന്നും പഠിപ്പിക്കരുതെന്ന് എഫേസ്യ വിശ്വാസികളെ തിമോത്തിയോസ് ഓർപ്പിക്കേണ്ടതുണ്ട്. അവൻ പറഞ്ഞു അന്യഥ ഉപദേശിക്കരുതെന്ന്. തിമോത്തിയോസ് എഫെസോസിലെ വിശ്വാസികളെ അത് ഓർപ്പിക്കണം. ഒരു സഭയുടെ പഠിപ്പീര് അല്ലെങ്കിൽ ഉപദേശം ശരിയായിട്ടുള്ളതല്ല എങ്കിൽ ആയതൊരു സഭയല്ല, ക്രിസ്തുവിൻ്റെ സഭയല്ല, ഒരു കൂടിവരവാകാം. അവിടെ എത്ര വലിയ പള്ളി ഉണ്ടെന്നോ, എത്ര അധികം തിരുമേനിമാരുണ്ടെന്നോ, എത്രയധികം മഹായിടവകളോ ഭദ്രാസനങ്ങളുണ്ടെന്നോ, എത്രയധികം ശുശ്രൂഷക്കാരുണ്ടെന്നോ, മൂപ്പന്മാരുണ്ടെന്നോ, പാസ്റ്റർമാരുണ്ടെന്നോ, ഗായക സംഘമുണ്ടെന്നോ, സൺഡേ സ്കൂളോ ഒക്കെ ഉണ്ടെന്ന് ഇരുന്നാൽ തന്നെ ഈ ഉപദേശത്തിൽ നിന്നും വ്യതിചലിക്കുന്നതൊരു സഭയല്ല. അപ്പസ്തോലിക ഉപദേശം അല്ല സഭയുടേതെങ്കിൽ അതൊരു സഭയല്ലെന്ന് ഞാൻ വീണ്ടും പറയട്ടെ. ക്രിസ്തീയ സഭയല്ല. സഭയെപ്പോലിരിക്കുന്ന ഒന്നുണ്ട്, അതിനെ വേശ്യ എന്നാണ് വെളിപ്പാട് പുസ്തകത്തിൽ വിളിച്ചിരിക്കുന്നത്. അത് സഭയെപ്പോലിരിക്കും. പൗലോസ് പറയാണ് അന്യഥ ഉപദേശിക്കരുതെന്ന്. എന്നിട്ട് പറയുകയാണ് കെട്ടുകഥകളെ ശ്രദ്ധിക്കരുതെന്ന്. ആ കാലത്തെ നിഗൂഢ മതങ്ങളുടെ കേന്ദ്രസ്ഥാനമായിരുന്നു എഫെസോസ്. ഓർത്തോണം, ആ വലിയ കേന്ദ്രത്തിൽ ഹദ്രോൻ്റെ ക്ഷേത്രവും ടാർജൻറ്റിൻ്റെ ക്ഷേത്രവും അർത്തമീസ് മഹാദേവിയുടെ ക്ഷേത്രവും ഉണ്ടായിരുന്നു. എല്ലാം എഫെസോസ് കേന്ദ്രീകരിച്ചായിരുന്നു. അന്ന് ലോക ബാങ്ക് ആയിരുന്നു ഈ എഫെസോസ് എന്ന് പറയുന്നത്. പണമെല്ലാം അവിടെയായിരുന്നു കുന്നുകൂടിയിരുന്നത്. അവിടുത്തെ ഈ ചിന്താഗതികളെല്ലാം തന്നെ കെട്ടുകഥകളെ ആസ്പദമാക്കിയുള്ള മതങ്ങളായിരുന്നു. അതിനെയാണ് നിഗൂഢ മതങ്ങളെന്ന് ഞാൻ പറഞ്ഞത്. ഗ്രീക്കുകാരുടെ ഐതിഹ്യങ്ങൾ. എഫേസ്യ വിശ്വാസികൾ അത് തള്ളിക്കളയണമായിരുന്നു. നമുക്കൊക്കെ എത്ര വലിയൊരു ദൂതാണ് ഇവിടെ ലഭിക്കുന്നത്. കെട്ടുകഥകളാലും ഐതിഹ്യങ്ങളാലും ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന മതങ്ങളുടെ നാട്ടിൽ അതിനെ സംസ്കാരത്തിൻ്റെ ഭാഗമായി കണ്ട് അനുകരിക്കുവാൻ പഠിപ്പിക്കുന്ന സഭകൾ ഇന്ന് നമുക്ക് ചുറ്റും വിരളമല്ല. എങ്ങോ എവിടെയോ കേട്ടുകേഴ്വിയുള്ള പുണ്യവാളന്മാരും അവരെ ചുറ്റിപ്പറ്റിയുള്ള കഥകളും അത് സംസ്കാരത്തിൻ്റെ ഭാഗമായി തീരുവാനുള്ള നമ്മുടെ വ്യഗ്രതയുടെ ഒരു വ്യക്തമായ തെളിവല്ലേ? ദൈവവചനത്തിൽ തെളിവില്ലാത്ത കാര്യങ്ങൾ സഭയിൽ എങ്ങനെയെങ്കിലും കുത്തിത്തിരുകുവാൻ ശ്രമിക്കുന്നത് തീർച്ചയായും തെറ്റാണ്. അതിന് ശ്രമിക്കുന്നവർ ശിക്ഷിക്കപ്പെടും. നമ്മുടെ ആചാരങ്ങളിൽ ഈ മതങ്ങളുടെ സ്വാധീനം ഇന്ന് എത്രമാത്രം കടന്നുകൂടിയിരിക്കുന്നു. ഇതൊക്കെ തെറ്റെന്നറിയാവുന്നവർ പോലും സാമൂഹിക ബന്ധനത്തിൽപ്പെട്ട് ചെയ്തു പോകുന്നു. ആർക്കും അഴിക്കുവാൻ കഴിയാത്ത ബന്ധനങ്ങൾ. വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. അത് മാത്രമല്ല, പൗലോസ് പറയാണ് അന്തമില്ലാത്ത വംശാവലികളെക്കുറിച്ച്. ഇത് അന്നത്തെ കാലത്ത് നിലവിലിരുന്ന ആ ദുരുപദേശമാകാം. അതായത് സഭ യഹൂദ മതത്തിൻ്റെ തുടർച്ചയാകുന്നു എന്നും ദൈവം തൻ്റെ പ്രത്യേക പരിപാടിയിൽ വേർതിരിച്ച് ഇടപെടുന്നതല്ല, ഒരു വംശത്തിന് മറ്റൊന്ന് വരുന്നത് മാത്രമാകുന്നു എന്നുമുള്ള പഠിപ്പീര്. ഇത് വലിയ ചിന്താക്കുഴപ്പത്തിലേക്ക് നയിച്ചു. കാരണം അങ്ങനെ വരുമ്പോൾ ദൈവത്തിൻ്റെ പരിപാടിയിൽ ഇസ്രായേലും സഭയും എവിടെയായിരിക്കുമെന്ന് പറയുക സാധ്യമല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങളും പഠിപ്പീരുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പിന്നെ പറയുന്നു വിശ്വാസം എന്ന ദൈവ വ്യവസ്ഥയ്ക്കല്ല, തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന. വേറെ വിധത്തിൽ പറഞ്ഞാൽ പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത് ഈ വിധത്തിലുള്ള ദുരുപദേശങ്ങൾ നിന്നെ വിശ്വാസത്തിൽ വളർത്തുകയില്ല തിമോത്തിയോസേ. ഇവയൊന്നും വിശ്വാസത്തിൽ വളരുവാൻ സഹായിക്കുന്നവയല്ല, വെറും കെട്ടുകഥകൾ, അബദ്ധങ്ങൾ മാത്രം. ഇന്നത്തെ അനേകം സഭാവിഭാഗങ്ങളിലും അവരുടെ അനേകം വർഷത്തെ പരിശ്രമത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ഫലം നമുക്ക് കാണാവുന്നതാണ്. വട്ടപൂജ്യം. സഭയായി നിലകൊണ്ടതുകൊണ്ട് എന്ത് നേടി എന്ന് ചോദിച്ചാൽ നെറ്റി ചുളിക്കും. അത്രമാത്രം. എത്ര പേരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടായി, എത്ര പേർ മാനസാന്തരപ്പെട്ടു, എത്ര പേരെ പുതുതായി സഭയിലേക്ക് കൊണ്ടുവന്ന് ആത്മീക വർധന വരുത്തി എന്നുള്ള കണക്ക് ചോദിച്ചാൽ കിട്ടുന്ന മറുപടികൾ വിചിത്രമാണ്. ഈ പറയുന്ന സഭാവിഭാഗങ്ങളൊക്കെ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത് കടിച്ചാൽ പൊട്ടാത്ത ഹൃദയശൂന്യരായ വ്യക്തികളെയാണ്. അവർക്ക് യാതൊരു വിശ്വാസവും ഇല്ല എന്നോർക്കണം.
അവർ ദൈവവചനത്തെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഈ സഭകളിലെ ഫലം വിശ്വസിക്കുവാൻ തന്നെ പ്രയാസം തോന്നും. അതെ, ദൈവത്തെ വേണ്ടാത്ത മനുഷ്യർ. പൗലോസ് തിമോത്തിയോസിന് എഴുതുമ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത്, തിമോത്തിയോസെ നീ വളരെ ശ്രദ്ധിക്കണം, നീ വളരെ ശ്രദ്ധിക്കണം. 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. ശുദ്ധ ഹൃദയത്തിൽ നിന്നുളവാകുന്ന സ്നേഹം. വിശുദ്ധ പൗലോസ് സഭകൾക്ക് എഴുതുമ്പോൾ കാണാത്തതായ അടുത്ത ബന്ധം കാണിക്കുന്ന അവതരണങ്ങൾ ഇവിടെ ഈ യുവപ്രസംഗകന് എഴുതുന്നിടത്ത് കാണുന്നു. അവൻ തിമോത്തിയോസിനോട് പറയുന്നത്, സഭയിൽ പഠിപ്പിക്കുന്നത് ശുദ്ധ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം ഉൽപ്പാദിപ്പിക്കുന്നതായിരിക്കണം എന്നത്രേ. ഒരു ശുദ്ധ ഹൃദയം എന്നുള്ളത് നമ്മുടെ പഴയ സ്വഭാവത്തിന് നേരെ വിപരീതമായിട്ടുള്ള ഒന്നത്രേ. അതിൻ്റെ അർത്ഥം, ഒരു വ്യക്തി ക്രിസ്തുവിൽ നീതീകരിക്കപ്പെട്ടു, ഇപ്പോൾ ആത്മാവിൻ്റെ ഫലം വെളിപ്പെടുത്തുവാൻ, അതേ സ്നേഹം ഉൾപ്പെടെ എല്ലാം വെളിപ്പെടുത്തുവാൻ കഴിയുന്ന അവസ്ഥയിലാകുന്നു എന്നത്രേ. സഭയിൽ വെളിപ്പെടുത്തേണ്ടതായ 3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് വിശ്വാസം, ദൈവത്തിലും അവൻ്റെ വചനത്തിലുമുള്ള വിശ്വാസം. രണ്ടാമത്തേത് സ്നേഹം. സകല സമയവും സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും അല്ല സ്നേഹം. മറ്റുള്ളവരോടുള്ള സജീവമായുള്ള കരുതലാണ് സ്നേഹം. അതിൻ്റെ അർത്ഥം താങ്കൾ അവരെക്കുറിച്ച് ഏഷണി പറയുകയില്ല, ഒരു വിധത്തിലും അവർക്ക് ദോഷം വരുത്തുകയില്ല, ദോഷം വരുന്ന വിധത്തിൽ ചിന്തിക്കുക പോലുമില്ല എന്നത്രേ. ഇവിടെ ഇന്ന് ഒട്ടുമുക്കാലും സഭകളിൽ സ്നേഹത്തെക്കുറിച്ചുള്ള വളരെയേറെ സംസാരം കേൾക്കുന്നുണ്ട്. എന്നാൽ അംഗങ്ങൾ തമ്മിലോ നേതാക്കന്മാർ തമ്മിലോ യാതൊരു സ്നേഹവുമില്ല, കരുതലുമില്ല. ഉള്ളിൽ കടിച്ചു കീറുവാനുള്ള മനോഭാവമാണ്. ചിരിച്ചു കാണിക്കുമ്പോൾ തന്നെ കടിച്ചു കീറുവാനുള്ള ആ മനോഭാവം. സ്നേഹമെന്നാൽ താങ്കൾ സംസാരിച്ച് നടക്കുന്നത് എന്തെങ്കിലുമല്ല, പിന്നെയോ പ്രവർത്തന പഥത്തിൽ വെളിപ്പെടുത്തേണ്ടതത്രേ. ഈ സ്നേഹം നഷ്ടപ്പെട്ടതാണ് ക്രിസ്തീയ സഭയുടെ ഇന്നത്തെ പ്രശ്നം. ആർക്കാണ് ഇന്ന് ആരെങ്കിലും വേണ്ടത്? സ്നേഹമില്ലാത്ത അവസ്ഥ. വിശ്വാസം ഒരു സഭയുടെ ജീവിതത്തിൽ ജീവിച്ച് കാണിക്കേണ്ടതാണ്, സ്നേഹവും ജീവിച്ച് കാണിക്കേണ്ടതാണ്. നമുക്കൊരു സംഘടനയും സഭാഭരണരീതിയും ഒക്കെ ആവശ്യമാണ്. അത് ഏതായാലും ശരി, സഭയിലെ ഗുണങ്ങൾ അതിൽ ഉണ്ടായിരിക്കണം എന്ന് മാത്രം. വിശ്വാസവും സ്നേഹവും കുറവുള്ളതായി കണ്ടാൽ, ഒരു ലോഡ്ജിനേക്കാൾ കൂടുതൽ, മതപരമായൊരു ക്ലബിനേക്കാൾ കൂടുതൽ യാതൊന്നും തന്നെ ആ സഭയിൽ ഇല്ല എന്നോർക്കണം. എന്നാൽ വിശ്വാസവും സ്നേഹവും വെളിപ്പെടുന്ന പക്ഷം സഭ ഭരണരീതി ഒരു പ്രധാന ഘടകമല്ല എന്നോർക്കണം. ഒരു സഭയിൽ വെളിപ്പെട്ട് കാണേണ്ട 3-ാമത്തെ ഘടകം നല്ല മനസാക്ഷി എന്നുള്ളതാണ്. ഒരു ക്രിസ്തു വിശ്വാസിക്ക് പോലും മനസാക്ഷി നല്ല ഒരു വഴികാട്ടിയാകുന്നു എന്ന് ഞാൻ വ്യക്തിപരമായി കരുതുന്നില്ല. എന്നാൽ ഒരു വിശ്വാസിക്ക് നല്ല മനസാക്ഷി ഉണ്ടായിരിക്കേണ്ടതാണ്. അതൊരു വഴികാട്ടിയായിട്ടല്ല. രാത്രിയിൽ താങ്കളുടെ കിടക്കയിൽ കിടക്കുമ്പോൾ പകൽ ചെയ്തതോ പറഞ്ഞതോ ആയ ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് വിഷമിക്കാറുണ്ടോ? പല നല്ല വിശ്വാസികളും അപ്രകാരമാകും. പാപം സ്പർശിച്ചാൽ ഉടൻ അറിയാവുന്ന സ്വഭാവമുള്ള അനേകം ദൈവമക്കളുണ്ട്. അങ്ങനെ പാപത്തെ തിരിച്ചറിയുന്നത് വളരെ നല്ലതാണ്. പാപം അല്ലാത്തവയെക്കുറിച്ച് കുറ്റബോധം കൊണ്ട് നടക്കാതിരുന്നാൽ മതി. എന്നാൽ നല്ല മനസാക്ഷി ഒരു ദൈവപൈതലിന് ഭൂഷണമാണ്. അതെ, ഈ 3 അനുഗ്രഹീത കൃപകളാണ് സ്നേഹം, നല്ല മനസാക്ഷി, വിശ്വാസം. ഇവയാണ് പ്രാദേശിക സഭയിൽ വിശ്വാസികൾ വെളിപ്പെടുത്തണമെന്ന് പൗലോസ് പറയുന്നത്. ഇനിയും 6ഉം 7ഉം വാക്യങ്ങളിൽ, ചിലർ ഇവ വിട്ടുമാറി വൃഥാവാദത്തിലേക്ക് തിരിഞ്ഞ് ധർമ്മോപദേഷ്ടാക്കന്മാരായിരിക്കാൻ ഇച്ഛിക്കുന്നു. തങ്ങൾ പറയുന്നത് ഇന്നത് എന്നും സ്ഥാപിക്കുന്നത് ഇന്നതെന്നും ഗ്രഹിക്കുന്നില്ലതാനും. വൃഥാവാദമെന്നാൽ ശൂന്യമായ സംസാരമെന്നാണ്. മനോഹരമായ വാക്കുകൾ, ഒന്നാന്തരം ഭാഷ, എന്നാൽ എങ്ങും എത്താത്ത സംസാരം. അതുകൊണ്ട് ആർക്കും യാതൊരു പ്രയോജനവുമില്ല എന്നതാണ് സത്യം. പൗലോസ് ശരിക്കും ഓരോരുത്തരെ പൊളിച്ചു കാണിക്കുകയാണ്. തെറ്റ് പഠിപ്പിക്കുന്നവർ അനേകർ ഉണ്ട് എന്ന് അവൻ വ്യക്തമാക്കും. അവർ പഠിപ്പിക്കുന്ന തെറ്റ് തന്നെ നല്ല ഉറപ്പോടെയാണ് പഠിപ്പിക്കുന്നത്. അതാണ് രസം.
അവർ ദൈവവചനത്തെ നിരസിക്കുന്നു എന്ന് മാത്രമല്ല, വാസ്തവത്തിൽ തങ്ങൾ സംസാരിക്കുന്നത് എന്താകുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ഇനി ഞാൻ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കട്ടെ. ന്യായപ്രമാണമോ നീതിമാനല്ല, അധർമ്മികൾ, അഭക്തർ, അനുസരണം കെട്ടവർ, പാപികൾ, അശുദ്ധർ, ബാഹ്യന്മാർ, പിതൃഹന്താക്കൾ, മാതൃഹന്താക്കൾ, കൊലപാതകർ, ദുർനടപ്പുകാർ, പുരുഷമൈഥുനക്കാർ, നരമോഷ്ടാക്കൾ, ഭോഷ്ക് പറയുന്നവർ, കള്ളസത്യം ചെയ്യുന്നവർ എന്നീ വകക്കാർക്കും പത്യോപദേശത്തിന് വിപരീതമായ മറ്റേതിനും അത്ര വെച്ചിരിക്കുന്നത് എന്ന് ഗ്രഹിച്ചുകൊണ്ട് അതിനെ ന്യായോചിതമായി ഉപയോഗിച്ചാൽ ന്യായപ്രമാണം നല്ലത് തന്നെ എന്ന് നാം അറിയുന്നു. ദുരുപദേശങ്ങൾക്കെതിരെ വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന ഈ ഭാഗത്ത് അപ്പോസ്തലനായ പൗലോസ് യുവാവായ തിമോത്തിയോസ് പ്രവർത്തിക്കുന്ന സ്ഥലത്തെ, അതായത് എഫെസോസിലെ നിഗൂഢ മതങ്ങളെക്കുറിച്ചും അവിടുത്തെ വിഗ്രഹാരാധനയെക്കുറിച്ചും സൂചിപ്പിക്കുന്നു. പഴയ നിയമത്തെ ഒരു കെട്ടുകഥയായി മാത്രം പഠിപ്പിച്ചു വന്നിരുന്ന ദുരുപദേശത്തെയും പൗലോസ് ചൂണ്ടിക്കാണിച്ച് മുന്നറിയിപ്പ് നൽകി. ഇനിയും ഇപ്പോൾ പൗലോസ് നിയമവാദികളെക്കുറിച്ചാണ് മുന്നറിയിപ്പ് നൽകുന്നത്, ലീഗലിസ്റ്റുകളെ. ഇവിടെ നിയമവാദികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ന്യായപ്രമാണം രക്ഷയ്ക്ക് മുഖാന്തരമാകുന്നു എന്നും രക്ഷിക്കപ്പെട്ടതിന് ശേഷം വിശുദ്ധീകരണത്തിന് ആവശ്യം ന്യായപ്രമാണമാകുന്നു എന്നും പഠിപ്പിക്കുന്ന കൂട്ടത്തെയാണ്. ന്യായപ്രമാണം ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി നൽകപ്പെട്ടതാണ്. അത് രക്ഷയ്ക്കുള്ള മുഖാന്തരമായി നൽകിയതല്ല. ന്യായപ്രമാണം നമ്മെ കുറ്റം വിധിക്കുന്നു. അത് മനുഷ്യനെ കാണിക്കുന്നതോ അവർ ഒരു പാപിയാകുന്നു എന്നും അവനൊരു രക്ഷകനെ ആവശ്യമുണ്ടെന്നുമാകുന്നു. ന്യായപ്രമാണത്തിന് കീഴിൽ ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യൻ പോലും കുറ്റക്കാരനായി നിൽക്കുന്നു എന്ന് ഓർക്കണം. അവൻ തെറ്റുകാരനാണ്. എന്നാൽ സുവിശേഷത്തിന് കീഴിൽ ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ട മനുഷ്യൻ പോലും അവൻ ക്രിസ്തുവിൽ വിശ്വസിക്കുമെങ്കിൽ നീതീകരിക്കപ്പെട്ടിരിക്കും. എത്ര വലിയ പദവിയാകുന്നു കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ ഒരു ദൈവവൈതലിന് ലഭിക്കുന്നത്. സൽക്കർമ്മങ്ങളാൽ ഒരു പാപിക്ക് രക്ഷപ്പെടുവാൻ സാധ്യമല്ല. കാരണം അവൻ എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ അശക്തനാണ്. റോമർക്ക് ലേഖനം എഴുതിയപ്പോൾ വിശുദ്ധ പൗലോസ് എഴുതിയത് ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല എന്നത്രേ. റോമലേഖനം 8-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. സ്വയമായി ശ്രമിച്ചാൽ മനുഷ്യന് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുമെന്നുള്ള ചിന്ത ബൈബിളിൻ്റെ പഠിപ്പീരിനെതിരാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. അവിടുത്തെ നിലവാരത്തിലെത്തുവാൻ മനുഷ്യനാൽ സാധ്യമല്ല. സൽക്കർമ്മങ്ങൾക്ക് രക്ഷ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ രക്ഷയ്ക്ക് സൽക്കർമ്മങ്ങളെ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുമെന്നോർക്കണം. നാം നല്ല പ്രവൃത്തികളാൽ രക്ഷിക്കപ്പെട്ടവരല്ല, പിന്നെയോ സൽക്കർമ്മങ്ങൾക്കായി രക്ഷിക്കപ്പെട്ടവരാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് ഇത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല, നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. അതെ, കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ പറയുന്നു, അതിനെ ന്യായോചിതമായി ഉപയോഗിച്ചാൽ ന്യായപ്രമാണം നല്ലത് തന്നെ എന്ന് നാം അറിയുന്നു എന്ന്. ന്യായപ്രമാണം ദൈവഹിതത്തെ വെളിപ്പെടുത്തുന്നു. ആയത് ധാർമ്മികമായി ഒന്നാം തരമാകുന്നു. നല്ല പെരുമാറ്റങ്ങൾക്കത് നല്ലതാണ്. രക്ഷ നേടുവാനല്ല, അതിനൊരു പാപിയെ രക്ഷയിലേക്ക് നയിക്കുവാൻ കഴിയില്ല. എന്നാൽ അതിനൊരു മനുഷ്യനെ തിരുത്തുന്നതിനോ അവൻ പാപിയാകുന്നു എന്ന് വെളിപ്പെടുത്തുന്നതിനോ സാധിക്കും. ആ ഒരു ബോധം അവനിൽ ഉണ്ടാക്കുവാൻ ന്യായപ്രമാണത്തിന് കഴിയും. അതത്രേ അതിൻ്റെ ഉദ്ദേശവും. ന്യായപ്രമാണം നൽകിയത് നീതിമാനായിട്ടല്ല. അതെ, ക്രിസ്തുവിലെ വിശ്വാസത്താൽ നീതിമാനാക്കപ്പെട്ട ഒരുവനല്ല ന്യായപ്രമാണം നൽകിയത്. ആ മനുഷ്യനെ ദൈവം മുൻപാകെ വളരെ ഉയർന്ന ഒരു അവസ്ഥയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ന്യായപ്രമാണം നൽകിയിരിക്കുന്നത് നിയമനിഷേധികൾക്കാണ്. കൊല ചെയ്യരുതെന്നുള്ള കൽപ്പന നൽകിയിരിക്കുന്നത് ആരെയും കൊല്ലുവാൻ ആഗ്രഹിക്കാത്ത, ആരെയെങ്കിലും സഹായിപ്പാൻ മാത്രം ചിന്തിക്കുന്ന ഒരു ദൈവവൈതലിനല്ല. ആ കൽപ്പന നൽകിയിരിക്കുന്നത് ഹൃദയത്തിലെ കുലപാതകനായ ഒരു വ്യക്തിക്കാണ്. പ്രാകൃത മനുഷ്യനെ നിയന്ത്രിക്കുവാനാണത് നൽകിയിരിക്കുന്നത്. ന്യായപ്രമാണമോ ദുർനടപ്പുകാർ, പുരുഷമൈഥുനക്കാർ, നരമോഷ്ടാക്കൾ, ഭോഷ്ക് പറയുന്നവർ, കള്ളസത്യം ചെയ്യുന്നവർ, അതെ, ക്രിസ്തുവിങ്കിലേക്ക് വന്നവർ ന്യായപ്രമാണത്താൽ രക്ഷിക്കപ്പെട്ടവരല്ല, പിന്നെയോ
ദൈവകൃപയാൽ രക്ഷിക്കപ്പെട്ടവരാണ്. അവരെ ദൈവ കുടുംബത്തിലേക്ക് കൊണ്ടുവരികയും ന്യായപ്രമാണത്തിൽ നൽകിയിരിക്കുന്നതിനേക്കാൾ ഉയർന്ന ഒരു പ്രതലത്തിൽ ജീവിക്കുവാൻ അവരെ സജ്ജരാക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കട്ടെ. ഞാനൊരു ചെറിയ ഉദാഹരണത്തോടെ ഇത് കുറേ കൂടി വ്യക്തമാക്കുവാൻ ശ്രമിക്കട്ടെ. കോടതിയിൽ കൊണ്ടുവന്നതായ ഒരു കുറ്റവാളി ഇതാ ന്യായാധിപൻ്റെ മുൻപിൽ നിൽക്കുന്നു. അവൻ കുറ്റക്കാരനാണ്, വ്യക്തമാണ്. അവൻ കുറ്റം ചെയ്തിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാണ്. അവൻ ചെയ്ത കുറ്റത്തിന് വലിയൊരു പിഴ അടയ്ക്കണമെന്ന് മാത്രമല്ല, അവൻ ജയിലിൽ പോവുകയും ചെയ്യണം. എന്നാൽ ഈ ന്യായാധിപൻ പറയുന്നു, ഈ കുറ്റം ചെയ്ത വ്യക്തിയെ സ്നേഹിക്കുന്ന ഒരു മകൻ എനിക്കുണ്ട്. ഇവൻ നിയമം ലംഘിച്ചുവെങ്കിലും ശിക്ഷയ്ക്ക് യോഗ്യനെങ്കിലും എൻ്റെ മകൻ ഇവനെ സ്നേഹിക്കുന്നു. ഇവൻ അടച്ചു തീർക്കേണ്ട പിഴ മുഴുവൻ അടച്ചു തീർക്കുവാൻ എൻ്റെ മകൻ ആഗ്രഹിക്കുന്നു. ഈ മനുഷ്യന് പകരം ജയിലിൽ പോകുവാനും എൻ്റെ മകൻ തയ്യാറാണ്. അതുകൊണ്ട് ഇവൻ്റെ ശിക്ഷ മുഴുവനായി എൻ്റെ മകൻ ഏറ്റെടുത്ത് ഈ കുറ്റവാളിയെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇവനെ എൻ്റെ സ്വന്തം മകനായി ഞാൻ പരിഗണിക്കുവാൻ പോകുന്നു. ആ ന്യായാധിപൻ കുറ്റവാളിയെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഇനിയും മോഷ്ടിക്കരുത്, കൊല ചെയ്യരുത് എന്നൊന്നും പറയുവാൻ പോകുന്നില്ല. ആ മനുഷ്യൻ ഇപ്പോൾ ന്യായാധിപൻ്റെ മകനാണ്. കുടുംബത്തിലെ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനെക്കുറിച്ച് അവനോട് പറയും. മേശയിലെ അവൻ്റെ പെരുമാറ്റം എങ്ങനെ ആയിരിക്കണമെന്ന് അവനോട് പറയും. അവൻ്റെ ഭാര്യയെ ബഹുമാനത്തോടെ കാണേണ്ടത് എങ്ങനെയെന്ന് അവനോട് പറയും. കുടുംബ പ്രാർത്ഥനയിൽ സംബന്ധിക്കേണ്ടത് എങ്ങനെയെന്ന് അവനോട് പറയും. ഈ മനുഷ്യനെ തികച്ചും വ്യത്യസ്തമായ അടിസ്ഥാനത്തിലാണ് കാണുന്നത്. അതത്രേ വിശ്വസിക്കുന്ന ഓരോ പാപിയോടും ദൈവം ചെയ്തത്. നാം ന്യായപ്രമാണത്തിന് വളരെ ഉയർന്ന അവസ്ഥയിലാണ്, അതിൽ നിന്ന് വളരെ ഉയർന്ന അവസ്ഥ. നിയമലംഘിക്കാണ് നിയമം നൽകിയിരിക്കുന്നത്. പഴയ സ്വഭാവത്തെ, അതെ, ജഡത്തെ നിയന്ത്രിക്കുന്നതിനാണ് അത് നൽകിയിരിക്കുന്നത്. ന്യായപ്രമാണത്തിന് കീഴിൽ മനുഷ്യൻ ഒരിക്കലും അത് പാലിച്ചില്ല. ആ അളവ് വരെ വളരുവാൻ അവനെക്കൊണ്ട് സാധിച്ചില്ല. അവൻ നിരന്തരമായി അത് ലംഘിച്ചു. കൃപയുടെ കീഴിൽ മനുഷ്യനെ ദൈവകുടുംബത്തിലേക്ക് കൊണ്ടുവന്നു. അവൻ അവിടെ കൊല ചെയ്യുവാനോ കള്ളം പറയുവാനോ പോകുന്നില്ല. അങ്ങനെ ചെയ്തെന്നാൽ അവൻ തീർച്ചയായും ദൈവവുമായുള്ള കൂട്ടായ്മയ്ക്ക് വെളിയിലാകും. പൗലോസ് പറയുന്നു, പത്യോപദേശത്തിന് വിപരീതമായ മറ്റേതിനും താൻ എന്തെങ്കിലും വിട്ടുപോയാലോ എന്ന വിധത്തിലാണ് ഇത് ചേർക്കുന്നത്. ഇതിൽ തൻ്റെ പട്ടികയിൽ വിട്ടുപോകാവുന്ന ഏതൊരു പാപവും, അതാ എല്ലാ പാപവും ഉൾപ്പെടും. അത് ചേർത്താണ് പൗലോസ് പറയുന്നത്. അതെ, നമ്മെ രക്ഷിച്ച ദൈവകൃപ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവസഭയുടെ അംഗങ്ങൾ ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരും നിയന്ത്രിക്കപ്പെടുന്നവരും ആയിരിക്കേണ്ടതിന് വേണ്ടിയാകുന്നു ദൈവം സഭയിൽ ശുശ്രൂഷകരെ നിയമിച്ചിരിക്കുന്നത്. അവർ ആ കാര്യം വിശ്വസ്തയോടെ നിർവഹിക്കുമ്പോൾ സഭ അടച്ച് ഉറപ്പാക്കപ്പെട്ട ഒരു തോട്ടം പോലെയായിത്തീരുന്നു. ദൈവജനത്തിന് ആവശ്യമായ സംരക്ഷണവും കരുതലുകളും അപ്പോൾ സഭയ്ക്കുള്ളിൽ നിന്ന് ലഭ്യമാകുന്നതായിരിക്കും.